അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസത്തെ നട്ടുച്ചക്ക് വ്യഭിചരിക്കുന്നത് പോലെയാണ് ചില ആളുകൾ പ്രസംഗിക്കുന്നത്. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു തആല സഹായം നൽകും എന്നത് വിശുദ്ധ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. ലോകത്താർക്കും ആ വിഷയത്തിൽ തർക്കമില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ കറാമത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലിരുന്ന വലിയായിരുന്ന ആസഫ് ബിൻ ബർഖിയ എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ കറാമത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഒക്കെ നൽകുമെന്നത് ലോക മുസ്ലിമീങ്ങൾ അവിതർക്കിതമായി വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഈ ചങ്ങാതി പറഞ്ഞ രൂപത്തിൽ ഒരു മുസ്ലിമും ലോകത്ത് വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ പിന്നീട് അള്ളാഹുവിൻ്റെ ഇതിനോ അള്ളാഹുവിൻ്റെ ഇറാദത്തോ മശീഅത്തോ യാതൊരാവശ്യവുമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാമെന്ന് പറയുന്ന ആശയം വിശുദ്ധ ദീനിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിശ്വാസം പറഞ്ഞ ഒരാളെയും കാണാൻ കഴിയില്ല. കുഫറിലേക്ക് എത്തിക്കുന്ന വിശ്വാസമല്ലേ അദ്ദേഹം പറഞ്ഞത്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് ഒരാൾക്കും ഒന്നും ഉദ്ദേശിക്കാൻ പറ്റൂല. മുത്തുനബിക്ക് വരെ അങ്ങനെ കഴിയില്ല. ലോകത്ത് ഒരു അമ്പിയായിനും അങ്ങനെ കഴിയില്ല. അള്ളാഹുവിൻ്റെ മശീഅത്ത് ബന്ധിക്കാതെ ഒന്നും ലോകത്ത് നടക്കില്ല. അള്ളാഹു കൊടുത്തൊരു കഴിവ് പിൻവലിക്കാൻ അള്ളാഹുവിന് എപ്പോഴും സാധിക്കും. അത് നിഷേധിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വേള ദിവസങ്ങളോളം വഹീകൾ വഴുകിപ്പോയി. എന്താ അതിന് കാരണം? കുറച്ച് ജൂതന്മാർ അള്ളാഹുവിൻ്റെ റസൂല് യഥാർത്ഥ പ്രവാചകനാണോ എന്നറിയാൻ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് നാളെ ഞാൻ മറുപടി പറഞ്ഞു തരാം എന്ന് പറയുകയും പിരിയുകയും ചെയ്തു. പക്ഷേ ദിവസങ്ങളോളമായിട്ടും മറുപടി പറയാനുള്ള വഹീന്റെ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലെത്തിയില്ല. അതിന് കാരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞില്ല എന്നാണ്. ഹദീസിൽ കാണാം, റുബ്ബ അശ്അശ വ അഗ്ബറ മദ്ഫൂഉം ബിൽ ബാബ്. വാതിലുകളിൽ മുട്ടി നടക്കുന്ന, മുടി ജട കുത്തിയ, പൊടി പുരണ്ട കുറേ ഔലിയാക്കന്മാർ അള്ളാഹുവിനുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. അവർ അള്ളാഹിനെ സത്യം ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല നടത്തി കൊടുക്കും. ആ ഹദീസ് പഠിപ്പിച്ച മുത്തുനബിക്കാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിൻ്റെ പേരിൽ അല്ലാഹു തആല വഹീനെ ഡിലേ ആക്കിയത്. എന്തിനാണിത്? ഇത് സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ മശീഅത്ത് ബന്ധിക്കാതെ ലോകത്തൊരമ്പിയ ആയാലും ഔലിയ ആയാലും ഒരു കാര്യവും നടത്താൻ കഴിയില്ല എന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ കാണാം, ലഅതൂഫന്ന ലൈല. ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ 100 ഭാര്യമാരുടെ അടുക്കൽ, വേറെ റിപ്പോർട്ട് അനുസരിച്ച് 99 ഭാര്യമാരുടെ അടുക്കൽ പോവുകയും അവരിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന അശ്വഭടന്മാർ എനിക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞ സുലൈമാൻ നബി അലൈഹിസ്സലാം അന്ന് അത്രയും ഭാര്യമാരെ സമീപിച്ചുവെങ്കിലും ഇല്ലംറഅ, ഒരൊറ്റ ഭാര്യയല്ലാതെ ഗർഭം ധരിച്ചില്ല എന്നും ആ ഗർഭത്തിലുള്ള കുട്ടി തന്നെ പ്രസവിക്കപ്പെട്ടപ്പോൾ അംഗവൈകല്യമുള്ള കുട്ടിയായി ജനിച്ചു എന്നും പറയുന്നുണ്ട്. ആ സംഭവം പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാം ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ പറഞ്ഞ അത്രയും കുട്ടികളെ അള്ളാഹു നൽകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞ കഴിവുകൾ അത് നൽകി കഴിഞ്ഞാലും ഒരു മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെയല്ല, സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോഴും അള്ളാഹുവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ തന്നെയാണ്. അത് പിൻവലിക്കാനും തിരിച്ചെടുക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും കഴിവും ആ ഇറാദത്തും മശിയത്തുമൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇത്തരം ജഹാലത്തുകൾ വീണ്ടും വീണ്ടും ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന അധർമ്മവാദികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കട്ടെ എന്ന് മാത്രമേ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. നാടുതോറും സർവ്വ പണ്ഡിതന്മാരെയും
ഓരോ ദിവസവും സ്റ്റേജ് കെട്ടി ചീത്ത പറയുക എന്നതല്ലാതെ ഈ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു കാര്യവും ഇന്ന് വരെ അവരുടെ സ്റ്റേജുകളിൽ നിന്ന് വരുന്നില്ല എന്നത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തരം ഷർറുകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.